ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 കഷ്ണം ബ്രെഡും ഒരു പിടി തേങ്ങയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രുചികരമായിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കഷ്ണം ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് പാകമാണ്. അപ്പോൾ ഒരു 4 കഷ്ണം ബ്രെഡിലേക്കുള്ള അളവാണ് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രെഡും തേങ്ങയും പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതൊന്ന് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് തരിയോട് കൂടെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരിയോട് കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മാത്രം മതി. ഇനി ഏലക്കാപ്പൊടി എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറിയൊരു നനവോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൽ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസാക്കിയിട്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതേ രീതിയിൽ ഇതെല്ലാം കൂടിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നല്ല രീതിയിൽ ചൂടായി വന്നാൽ ഇത് ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിൽ ബ്രെഡും തേങ്ങയാണ് ഉള്ളത്. ഇതൊന്നും കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറമേ ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ 2 മിനിറ്റ് കൊണ്ടൊന്ന് നമുക്ക് ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ മറ്റുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയതിനു ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടിഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.